മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഹരിതസഭയിൽ 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകകളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഗുണദോഷങ്ങൾ കുട്ടികളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഹരിതസഭ നടത്തുന്നത്. ചക്കുവള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഹരിതസഭയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ പ്രദേശത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചു. സഭയിൽ ഏറ്റവും മികച്ച റിപ്പോർട്ട് അവതരണം, പ്രൊജക്ട് എന്നിവയ്ക്ക് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 1ാം സ്ഥാനം ലഭിച്ചു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഉപേക്ഷിക്കുന്നതിന് ആവശ്യമായ ബോധവൽക്കരണം, പ്ലാസ്റ്റിക് വിപണനം തടയുക, സ്കൂളിൽ നിന്ന് എല്ലാ ആഴ്ചയും മാലിന്യങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കണം, വലിച്ചെറിയരുത്, കത്തിക്കരുത്, ബോധവൽക്കരണ ക്യാമ്പയിൻ, ഫ്ളാറ്റുകൾക്കും ലൈൻ കെട്ടിടങ്ങൾക്കും പെർമിറ്റ് നൽകുമ്പോൾ മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പുവരുത്തുന്നതോടൊപ്പം അത് കാര്യക്ഷമമായി തുടരുന്നു എന്ന പരിശോധന, കൃത്യമായ സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാനുള്ള സംവിധാനം. ആരോഗ്യമുള്ള ജനതയ്ക്ക് ശുചിത്വം അത്യാവശ്യമാണ് എന്ന ബോധത്തോടെ മാലിന്യമുക്തമായ ഒരു നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. സ്കൂളിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ കൃത്യമായ നിരീക്ഷണങ്ങൾ, മാലിന്യം കൈകാര്യം ചെയ്യുന്ന രീതി, മാലിന്യം കത്തിക്കുന്നതും വലിച്ചെറിയുന്നതുമായുള്ള പ്രശ്നങ്ങൾ, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, നിലവിലുള്ള വെല്ലുവിളികൾ, ദ്രവ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ കാര്യങ്ങൾ ഹരിതസഭയിൽ ചർച്ച ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന, വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നീർണാക്കുന്നേൽ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി അനിൽകുമാർ SL, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.